7 കുട്ടികളെ ചോദിച്ചു നോക്കി ഉസ്താമാരോട് 45 55 ഒക്കെ ഉണ്ടാവും. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് 10 15 5 2 3 പെറുക്കാനേ ഉള്ളൂ. നമ്മളെ കുട്ടികൾക്ക് അത്യാവശ്യം ഒരു ബോധെത്തുന്ന സമയത്ത് നമ്മൾ അത് നിർത്തി, അത് കരിച്ചു, ഇനി മതി, മരവിപ്പിച്ചു. പിന്നെ ഈ കുട്ടികൾ എവിടുന്ന് പഠിക്കും? ബാക്കിയൊക്കെ ആൺകുട്ടികൾ കച്ചവടം, ബാക്കിയുള്ള മേഖലകളൊക്കെ പഠിക്കണം, അതിന് 9 10 പഠിക്കണം. ഇനി അങ്ങനെ പറഞ്ഞയക്കുന്നവർ തന്നെ പറഞ്ഞയച്ചാൽ അങ്ങനെ പറഞ്ഞയക്കും. 5 വരും, 25 പോകും, 20 മിനിറ്റ് ഒന്ന് ഒപ്പിടാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഘട്ടത്തിൽ ആ 1 മണിക്കൂറെങ്കിലും ഒന്ന് പറഞ്ഞയപ്പിച്ച് മട്ടത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദ്വാരക്കാനെ എത്തുന്നിട്ടൊന്നും കാര്യമുണ്ടല്ലോ, കുട്ടിന്റെ വൈക്ക് പോകും. അതിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. നല്ലോണം പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം. വലിയ വലിയ ഖലീഫമാരൊക്കെ മക്കൾക്ക് ദീന് പഠിപ്പിച്ച് കേട്ടില്ലേ നിങ്ങൾ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരെ മക്കൾക്ക് ഭരണാണ് കയ്യിലുള്ളത്, എല്ലാം ഉണ്ട്. പക്ഷെ മക്കളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച മുഅല്ലിമിനോട് മഹാനവറുകൾ കൊടുത്ത നിർദ്ദേശം എന്താ അറിയോ? ഖലീഫന്റെ മക്കളാണെന്ന് കരുതിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകരുത്, കർശനായി പഠിപ്പിക്കണം. അങ്ങനെ നിർദ്ദേശം കൊടുത്ത്, ഖലീഫന്റെ കുട്ടികളല്ലേ, അങ്ങനൊക്കെ മതി, അങ്ങനെ ഉണ്ടാകരുത്. നിങ്ങളൊരു മുഅല്ലിം എന്ന നിലയ്ക്ക് എങ്ങനെ പഠിപ്പിക്കണോ അങ്ങനെ പഠിപ്പിക്കണം. അതിൽ വിട്ടുവീഴ്ച ഒന്നും ചെയ്യരുത്. എല്ലാ വെള്ളിയാഴ്ചയും കുട്ടികളെ വിളിച്ച് ഖുർആൻ ഓതിപ്പിച്ചിട്ട് ശരിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഖലീഫയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു.